സ്വയം സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രത്യാശയുടെയും മറ്റൊരു നോമ്പുകാലം. 430 വർഷക്കാലം മിസ്രൈമിൽ അടിമകളായിരുന്നിട്ട് 40 വർഷത്തെ മരുഭൂ പ്രയാണത്തിനൊടുവിൽ ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശം പ്രാപിച്ചതുപോലെ നാമും ഈ നോമ്പുകാലത്ത് നമ്മുടെ വാഗ്ദത്ത ദേശം പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ പുനഃക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. റോമർ 7:17 അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു: ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ പലവിധമായ പാപവഴികളിലൂടെ സഞ്ചരിച്ചെന്നിരിക്കാം. എന്നാൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ നാം തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. മത്തായി 5:23-24 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുന്നിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് നിന്റെ സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. അതെ, നാം ദൈവസന്നിധിയിൽ ആകുന്നതിന് മുമ്പേ സഹോദരനോട് അനുരഞ്ജനം പ്രാപിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അതിനുത്തമ ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ഏശാവിന്റെയും യാക്കോബിന്റെയും കൂടിക്കാഴ്ച. വേദപുസ്തക പണ്ഡിതന്മാർ ഇതിനെ മഹത്തായ അനുരഞ്ജനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു പുനഃസമാഗമം. തന്റെ ഇരട്ട സഹോദരനായ ഏശാവിന്റെ ജ്യേഷ്ഠാവകാശവും അപ്പന്റെ അനുഗ്രഹവും തട്ടിയെടുത്ത് ഹാരാനിൽ പോയ യാക്കോബ് വർഷങ്ങൾക്ക് ശേഷം തിരികെ സ്വദേശത്ത് മടങ്ങി വരുമ്പോൾ തന്റെ തെറ്റ് എത്ര വലിയതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. താനും തനിക്കുള്ളതൊക്കെയും ഏശാവിന്റെ മുൻപിൽ സമർപ്പിക്കുകയും സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു. ഉൽപ്പത്തി 33:7 അവൻ അവർക്ക് മുൻപായി കടന്നു ചെന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തു ചെന്നു എന്ന് പറയുന്നതായി നമുക്ക് കാണാം. വിനയപ്പെടലിന്റെ അനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇത്രയും വർഷം സഹോദരനെ പിരിഞ്ഞിരുന്ന ഏശാവിന് എന്താണ് സംഭവിച്ചത്? ഉൽപ്പത്തി 21 യാക്കോബ് തന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കിയ ഏശാവ് അപ്പനോട് എനിക്കൊരു അനുഗ്രഹവും കരുതി വെച്ചിട്ടില്ലയോ എന്ന് ചോദിക്കുകയും ഉറക്കെ കരയുന്നതായും നമുക്ക് കാണാം. തുടർന്ന് ഏശാവ് യാക്കോബിനെ കൊല്ലുവാൻ ഭാവിക്കുകയും ചെയ്യുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആ പക അണഞ്ഞ് സ്നേഹമായി കരുതലായി മാറിയത് മഹത്തായ അത്ഭുതം തന്നെയാണ്. To err is human, but to forgive is divine. ക്ഷമ യാചിക്കുന്നത് മനുഷ്യ സഹജമാണ്, എന്നാൽ ക്ഷമിക്കുന്നത് ദൈവികവും. അതുകൊണ്ട് തന്നെയാണ് ഉൽപ്പത്തി 33:10 യാക്കോബ് പറയുന്നത്: ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. ഈ നോമ്പുകാലത്തിൽ ഏശാവും യാക്കോബും നമ്മെ ചിലത് പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബിനെ പോലെ തെറ്റുകൾ സ്വയം മനസ്സിലാക്കാനും ക്ഷമ യാചിക്കുവാനും നാം സന്നദ്ധത കാണിക്കണം. അതിലുപരി ഏശാവിനെ പോലെ ക്ഷമിക്കുവാനും നാം പഠിക്കണം. അനുരഞ്ജനത്തിന്റെ വലിയ മാതൃകയാണ് ഈ ഇരട്ട സഹോദരങ്ങൾ നമുക്ക് തുറന്നു കാണിച്ചു തരുന്നത്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു: ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. സഹോദരി ബന്ധങ്ങൾ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവിക മുഖം നമ്മളിലൂടെ ദർശിക്കുവാൻ മറ്റുള്ളവർക്ക് കഴിയണം. നോമ്പ് കേവലം മത്സ്യമാംസാദികളുടെ വർജനവും പ്രഹസനവുമായി തീർന്നുകൊണ്ടിരിക്കുന്ന കാലത്തിൽ ക്ഷമയുടെ, കരുതലിന്റെ, സ്നേഹത്തിന്റെ, സർവോപരി അനുരഞ്ജനത്തിന്റെ വക്താക്കളായി നമുക്ക് മാറാം. വിശുദ്ധിയുടെ ഈ നാളുകൾ ദൈവം നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. ആമേൻ.